ഒന്ന് നിൽക്കണം. എന്താ? അച്ഛൻ ഇറങ്ങിപ്പോയതൊക്കെ ശരി, പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും മറച്ചു വെച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ. നന്ദു, ഒന്ന് വെറുതെ ഇരിക്കും ദേവി. മോളെ വേണ്ട, മോള് വഴക്കിന് നിൽക്കണ്ട. പറയാനുള്ളത് ഞാൻ പറയാം. എന്താ, ഞാൻ വ്യക്തമായി അറിയിക്കുക, കാര്യങ്ങൾ തുറന്നു പറയാൻ എനിക്ക് കുറച്ച് സമയം ആവശ്യമാണ്. അതുവരെ ആരെന്ത് ചോദിച്ചിട്ടും ഒരു കാര്യമില്ല. ഞാനൊന്നും പറയാൻ പോകുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടി പറയാം. ഞാൻ ആർക്കും ഒരു കളങ്കവും വരുത്തിയിട്ടില്ല. കളങ്കം വരുത്തിയോ ഇല്ലെന്നൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഞങ്ങൾ തീരുമാനിക്കും. അങ്ങോട്ടൊന്നും ചോദിക്കാതിരിക്കാൻ വേണ്ടി ദേഷ്യം അഭിനയിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നാണക്കേടുകൊണ്ട് മനുഷ്യനും തല ഉയർത്താൻ സാധിക്കുന്നില്ല. ഒരു കാര്യം ചെയ്യണം. അച്ഛന്റെ മോളാണ് തനുജയെന്ന് അവള് നാട്ടുകാരെ അറിയിച്ചു കഴിഞ്ഞു. മോളുണ്ടെങ്കിലേ അമ്മയുണ്ടാവുമല്ലോ. അവരോടൊപ്പം പോയി ജീവിച്ചോ. എന്താടാ നീ പറഞ്ഞേ? ആ സ്ത്രീയുടെയും മോളുടെയും കൂടെ പോയി കഴിഞ്ഞോളാൻ. സിദ്ധു, സിദ്ധു, ഇനി എന്റെ മോനെ തല്ലിയാലുണ്ടല്ലോ, നാട്ടിൽ പലയിടത്തും വേറെ മക്കളുണ്ടല്ലോ, അവരെ ചെന്ന് തല്ലിയാ മതി. ഇനി എന്റെ മോന്റെ ദേഹത്ത് തൊട്ടുപോകരുത്. അമ്മേ പ്ലീസ്, അച്ഛൻ പറഞ്ഞില്ലേ കുറച്ച് സാവകാശം കൊടുക്കണം. അച്ഛനൊക്കെ പറയും. നീ ആരാ ഇതിന്റെ ഇടയിൽ കക്ഷി സംസാരിക്കാൻ? കേർപ്പോ. ദേവി, നീ പറഞ്ഞനുസരിക്കേ. സന്ദർഭം മനസ്സിലാക്കി വേണം സംസാരിക്കാൻ. അമ്മയോടും ഞങ്ങൾ മക്കളോടും എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ സത്യം പറയണം. മുൻപ് പല കാര്യങ്ങളിലും ഞാൻ അച്ഛന്റെ ഭാഗത്തായിരുന്നു. പക്ഷേ ഇപ്പൊ എനിക്ക് എന്റെ അമ്മയുടെ അഭിമാനം രക്ഷിക്കണം. അച്ഛന് പല ഭാര്യമാരും കാണുമായിരിക്കും. പക്ഷെ ഞങ്ങൾക്കൊരമ്മയേ ഉള്ളൂ. എന്റെ അമ്മയെ കരയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല. സത്യങ്ങൾ അറിയുന്നവരെ എനിക്ക് എന്റെ അമ്മ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്നുവെച്ചാ അച്ഛന്റെ സ്ഥാനത്ത് നിന്നെ മാറ്റിയെന്ന്. അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. മോനെ, ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.